രമേശ് ചെന്നിത്തല വിഡ്ഢിയായ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, വളരെ ബുദ്ധിമാനാണ്. എസ്പെഷ്യലി ഇന്റേണൽ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു ശാപമായിട്ട് ഞാൻ കാണുന്നത് റിയൽ രാഷ്ട്രീയത്തെക്കാൾ നന്നായിട്ട് അകത്തെ രാഷ്ട്രീയം കളിക്കാനുള്ള സാമർഥ്യമാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ. ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ അയാൾ കളിക്കുന്ന ആ സാമർഥ്യം കണ്ടാൽ നമ്മൾ അമ്പരന്ന്, ഈ സാമർഥ്യമുള്ള മനുഷ്യൻ ഇത് നാടിന് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ എന്തായന് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നാടിന് വേണ്ടി അവരത് ചെയ്യില്ല. അവനവന് കിട്ടാനും കൂടെയുള്ളവനെ ചവിട്ടിത്താഴ്ത്താനുമായിട്ടുള്ള പൊളിറ്റിക്സ്. അപ്പോൾ ആ പൊളിറ്റിക്സിൽ VDS സതീശൻ ജയിക്കുമോ രമേശ് ചെന്നിത്തല ജയിക്കുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അല്പം അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം വരെ, NSSൻ്റെ ആശീർവാദവും ഒക്കെ ആയിട്ട്. VDS സതീശനെ സുകുമാരൻ നായർ എടുത്തിട്ടൊന്ന് അലക്കുകയും ചെയ്തു. ഇവിടെ തിണ്ണയിൽ വന്നിരുന്നു, നിരങ്ങിയില്ല കേട്ടോ എന്ന് കുത്തും കൂടെ കുത്തിയിരുന്നതാണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? VDS സതീശൻ മനോരമയുടെ കാല് പിടിക്കും, എന്നെ ന്യൂസ് മേക്കറെങ്കിലും ആക്കണം. അയ്യോ, ന്യൂസ് മേക്കർ ഇത്തവണ ആ ലിസ്റ്റിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, അതാണ് രക്ഷിക്കണം. കാരണം കാർന്നൊരു പിണങ്ങിയിരിക്കുക, ഒരു പോപ്പുലാരിറ്റിക്ക് ഒരു ക്ഷീണം. കാർന്നവരോട് തിരിച്ച് പറയാൻ, തിരഞ്ഞെടുപ്പല്ലേ, അല്ലെങ്കിൽ VDS സതീശൻ തിരിച്ച് പറഞ്ഞാൽ വരുന്നത് വരട്ടെ എന്ന്. തിരിച്ച് പറയാഞ്ഞത് തിരഞ്ഞെടുപ്പിന് വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനുള്ള ഒരു നീക്കവും കൂടെ